കാളിയാമ്പുഴയിലേക്കാണ് KSRTC ബസ് തലകീഴായി മറിഞ്ഞത്. നിയന്ത്രണം തെറ്റിയാണ് ബസ് പുഴയിലേക്ക് മറിഞ്ഞതെന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ ഷഹീദ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അധികം യാത്രക്കാരുണ്ടായിരുന്നില്ല, ഉച്ചസമയമായിരിക്കണം. ഇപ്പൊ നമുക്കൊപ്പം ഇതിന് കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ നമുക്ക് ലഭിക്കും. പഞ്ചായത്ത് മെമ്പർ ടോമി നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ടോമി, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? എല്ലാ യാത്രക്കാരെയും പുറത്തെത്തിക്കാൻ കഴിഞ്ഞോ? ഏകദേശം എല്ലാവരും തന്നെ പുറത്തെത്തിച്ചിട്ടുണ്ട്. ഇത് തിരുവമ്പാടി ആനക്കാമ്പൂൾ റൂട്ടിലെ കാളിയാമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. തിരുവമ്പാടി ആനക്കാമ്പൂൾ റൂട്ടിൽ കാളിയാമ്പുഴ, അവിടെ ഒരു ഇടുങ്ങിയ പാലമാണുള്ളത്. ആ പാലത്തിൽ നിന്നാണ് പുഴയിലേക്ക് ബസ് മറിഞ്ഞിട്ടുള്ളത്. ഏകദേശം എത്ര പേരുണ്ടായിരുന്നു? എല്ലാവരെയും രക്ഷപ്പെടുത്തിയെന്ന് ഉറപ്പാണല്ലോ അല്ലേ? ഇനി അങ്ങനെ തെരച്ചിലിന്റെ ഒരു ആവശ്യമുണ്ടോ, അതോ ബസ് ഉയർത്തിയോ? ഇല്ല, ബസ് ഉയർത്തിയിട്ടില്ല. ബസ് ഉയർത്താനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ ഫയർഫോഴ്സും ബന്ധപ്പെട്ട അധികാരികളൊക്കെ എത്തിയിട്ടേ ഉള്ളൂ. ബസ് ഡ്രൈവറെയൊക്കെ രക്ഷപ്പെടുത്തിയല്ലോ അല്ലേ? അവിടെ എല്ലാരും തന്നെ രക്ഷപ്പെട്ടിട്ടുണ്ട്. കുഴപ്പങ്ങളൊന്നും ഇല്ല ഇപ്പൊ നിലവില്. ആർക്കെങ്കിലും പരിക്കൊക്കെ ഉണ്ടോ? ആശുപത്രിയിലേക്ക് മാറ്റേണ്ട? ആശുപത്രിയിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോയിട്ടുണ്ട് കുറച്ച് ആളുകളെ. എത്ര എന്നുള്ള കൃത്യം അറിയില്ല. സംഭവം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളവിടെ എത്തുന്നത്. അതുകൊണ്ട് അതിന്റെ ഡീറ്റെയിൽ അറിയില്ല. ആംബുലൻസ് വന്ന് കുറച്ച് ആളുകളെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിയന്ത്രണം തെറ്റി താഴേക്ക് പുഴയിലേക്ക് വീഴുമായിരുന്നോ? അങ്ങനെ ആകാനാണ് സാധ്യത. കാരണം രണ്ട് പാലത്തിലേക്ക് എത്തുന്നതിന്റെ ഭാഗത്ത് ഇറക്കം ഇറങ്ങി വരികയാണ് ബസ്. ഈ പാലത്ത് രണ്ട് സൈഡിൽ നിന്നും ഇറക്കം ഇറങ്ങിയാണ് ബസ് വരുന്നത്. ആ ഇറക്കത്തിൽ ഇടുങ്ങിയ പാലത്തിലേക്ക് എത്തിയപ്പോഴാണ് ബസ് താഴോട്ട് പോയിട്ടുള്ളത്. ബസ് ഉയർത്തിയിട്ടില്ല പൂർണ്ണമായിട്ടും? ഇല്ലില്ല, ഉയർത്താൻ അത്ര എളുപ്പമല്ല. പെട്ടെന്ന് ഉയർത്താൻ കഴിയില്ല. ടോമി സ്ഥലത്തുണ്ടോ? അവിടെ ഉണ്ടോ ഇപ്പോ? ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവിടുന്ന് ഇപ്പം മടങ്ങി. അതായത് ഇപ്പൊ ഏതൊക്കെ ആശുപത്രികളിലേക്കൊക്കെ ആളുകളെ കൊണ്ടുപോയത്? അങ്ങനെ കാര്യമായി പരിക്കാർക്കെങ്കിലും ഉണ്ടോ? കാര്യമായി പരിക്കുള്ളതായിട്ട് അറിഞ്ഞില്ല. ചെറിയ പരിക്കുകളൊക്കെ ഉള്ളത്, കാര്യപ്പെട്ട പരിക്കുള്ളതായിട്ട് അറിഞ്ഞിട്ടില്ല ഇതുവരെയും. KMCT മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയെന്നാണ് അറിയുന്നത്. KMCT. ഈ കുറെ ആൾക്കാരുണ്ടായിരുന്നു, യാത്രക്കാരുണ്ടായിരുന്നു ആ സമയം ബസ്സില്? അത്ര ഇല്ല, 10-25 ആൾ അത്രയൊക്കെ ഉള്ളതെന്നാണ് അറിഞ്ഞത്. ഉച്ച സമയത്തുകൊണ്ട് യാത്രക്കാർ കുറവായിരുന്നു. അതെ, വളരെ നന്ദി ശ്രീ ടോമി കാര്യങ്ങൾ വിശദീകരിച്ചതിന്.